അല്ല, മേധാവിത്വം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും എന്താണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ ഏറ്റവും ഫിറ്റസ്റ്റും ഏറ്റവും അത് സമൂഹം മുഴുവൻ അങ്ങനെയാണല്ലോ പരിഗണിക്കുന്നത് തന്നെ. ബാക്കി ഈ ഫിറ്റസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഒരു കമാൻഡ് ഉണ്ടാകുന്ന ഒരാളുടെ ഉത്തരവാദിത്വമാണ് അത്രയും ഉണ്ടാകാത്ത ആരെ പരിഗണിക്കുക എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു. അത് ഏറ്റവും ശക്തനുണ്ടാവും. ഇപ്പം നമ്മളൊരു 10 പേര് ഇരിക്കുന്നതിൽ ഏറ്റവും കരുത്തനായ ഒരുത്തൻ കാണും. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന പോലെ ഇതെല്ലാം ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് തന്നെയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ആൺ പെൺ വേർതിരിവ് വരെ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതെല്ലാം പ്രാകൃത ജനസമൂഹത്തിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ആയിരുന്നു ഏറ്റവും പ്രധാന കാര്യം. ഏറ്റവും നല്ല ശരീരമുള്ളവൻ, നല്ല ഉറച്ച കരുത്തനായ മനുഷ്യൻ, അവനായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ ലീഡർ. അവൻ ലീഡറാകാൻ യോഗ്യനാവാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും ലീഡർ ആവുക ഒരു പുരുഷനായിരിക്കും. ചിലപ്പം മിക്കവാറും അത്രയും കരുത്തുള്ളൊരു സ്ത്രീ അവിടെ ഉണ്ടായില്ലെങ്കിൽ. അപ്പോൾ അത് നൂറ്റാണ്ടുകൾ അങ്ങനെ തുടർന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സൊസൈറ്റിയിൽ വേണ്ടി എന്താ ഒരു പുരുഷനായിരിക്കും എപ്പോഴും ലീഡർ എന്നുള്ള ചിന്ത ഉണ്ടാകുന്നു. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. ഇത് പുറകോട്ട് ഇങ്ങനെ ഒരു ജനിതക ഘടന അല്ലെങ്കിൽ മനുഷ്യൻ്റെ എവല്യൂഷൻ്റെ പിന്നോട്ട് കഥയിലേക്ക് ചിന്തിക്കുമ്പോൾ ആന്ത്രപ്പോളജിയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക എങ്ങനെ ഉണ്ടായി. അതിനൊക്കെ കാരണമുണ്ട്. അതിനകത്ത് ഫിറ്റ്നസ്സും അല്ലെങ്കിൽ അവൻ്റെ ശാരീരിക ഘടനയും ഒക്കെ പ്രധാനമാണ്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇന്ന് യുദ്ധം ചെയ്യാൻ പോലും ശരീരത്തിൻ്റെ ഫിറ്റ്നസ് ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ ഇസ്രായേലി പോലീസിലും മറ്റ് പല രാജ്യങ്ങളിലെ ഇസ്രായേലി പട്ടാളത്തിലും അമേരിക്കൻ പട്ടാളത്തിലും മിലിറ്ററിയിലും ഒക്കെ ധാരാളം വനിതകളുണ്ട്. അവർക്ക് ഈ പഴയ പോലത്തെ വലിയ അമ്പും വില്ലും എടുത്തും കുന്തം കൊണ്ട് ഓടേണ്ട കാര്യമില്ലല്ലോ. ലേസർ ഗണ്ണുകൾ കയ്യിലിരിക്കുമ്പോൾ ആർക്കും എടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ആ ഉന്നം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ആ കോമൺ സെൻസ് ഉണ്ടായാൽ മതി എന്ത് എപ്പോൾ ഉപയോഗിക്കണമെന്നുള്ളത്. അതൊക്കെയാണ് അതിൻ്റെ കാര്യം.